ഹായ് എവരിവൺ, എന്തൊക്കെയുണ്ട്? അപ്പം നമ്മളെ നാട്ടിലെ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് മണ്ണാർശാല അമ്പലത്തിൽ പോവുകയാണ്. അപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മണ്ണാർശാല തൊഴുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം മണ്ണാർശാല നമ്മൾ എല്ലാ വർഷവും പോയി തൊഴാറുണ്ട്. പക്ഷേ ഇടയ്ക്കൊന്ന് വന്നാൽ കൂടി മണ്ണാർശാല അപ്പം ഇന്ന് സൺഡേ ആയിരുന്നു. അപ്പം എന്ന് വെച്ചാൽ ഞായറാഴ്ച അവിടെ തൊഴുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പം ഞങ്ങൾ ഹസ്ബൻഡ് കുടുംബക്ഷേത്രത്തിലൊന്ന് പോകണമായിരുന്നു. അതായത് കുംഭമാസത്തിലെ അശ്വതിയാണ്, അവിടെ സപ്താഹം തുടങ്ങുന്ന ദിവസമാണ്. അപ്പം നമ്മളെന്നാൽ ആ പോകുന്ന വഴിക്ക് മണ്ണാർശാലയും കൂടെ തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് അവിടുത്തെ കുളമാണ്, കാലൊക്കെ കഴുകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കുറേ നാൾ മുമ്പ് പോകുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ അവിടെ നിറയെ ചെളിയൊക്കെ പിടിച്ചിട്ടായിരുന്നു. ഇപ്പം നല്ല വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോയിട്ട് അവിടെ എല്ലാം കാലൊക്കെ കഴുകി അമ്പലത്തിലേക്ക് പോവുകയാണ്. എനിക്ക് നാട്ടിൽ പോയാൽ ഭയങ്കര ഇഷ്ടമുള്ളതും എപ്പോഴും പോകാൻ തോന്നുന്ന ഒരു അമ്പലമാണ് ഈ മണ്ണാർശാല. ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെടിയുണ്ട്. ഈ ചെടിയിലെ കായ കണ്ടോ, നല്ല രസമല്ലേ ഇത് കാണാൻ വേണ്ടി? നല്ല ഭംഗിയുള്ള ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നാഗത്തിൻ്റെ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ എവിടെ പോയാലും പിന്നെ നാഗങ്ങളുടെ പ്രതിഷ്ഠ മാത്രമായിരിക്കുമല്ലോ. അപ്പം ഞാൻ കുഞ്ഞിലേക്ക് ഇവിടെ വരുമ്പോൾ അതായത് ഇവിടെ വന്നിട്ട് ഈ പുറ്റും മുട്ടയും നമ്മൾ ആൾ രൂപം പുറ്റുമുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 20 രൂപയാണ് ഒരു ബോക്സിന്. ഇത് വാങ്ങിയിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ നടയിൽ കൊണ്ടുവയ്ക്കാം. അപ്പം നമ്മൾ എപ്പോഴും ഇത് വാങ്ങി വെക്കാറുണ്ട്. ഇതാണ് എൻട്രൻസ് ഭാഗം. അപ്പോൾ നമ്മളിനി അകത്തേക്ക് കയറണം. അകത്ത് ഇങ്ങനെ വീഡിയോ ഒന്നും വലുതായിട്ട് അലൗഡ് അല്ല, ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ് വീഡിയോസൊക്കെ. അപ്പോൾ നമ്മൾ അകത്തേക്കുള്ള അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എടുക്കാൻ പറ്റുന്ന ഭാഗത്തൊക്കെ നിറയെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മണ്ണാർശാലയിൽ തൊഴുതു. അപ്പോൾ ഞായറാഴ്ച ആയ കാരണം ഭയങ്കര റഷാണ് കേട്ടോ അമ്പലത്തിൽ. ഇത് കണ്ടോ, എനിക്ക് കുഞ്ഞിലെ മുമ്പ് ഈ അമ്പലത്തിൻ്റെ ഈ സൈഡിൽ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. ഈ കുഞ്ഞു നഖത്തിൻ്റെ പ്രതിഷ്ഠകളാണ്. പിന്നെ അകത്ത് പാമ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞിലെ ആകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അതുപോലെ ഒരു ഓർമ്മയാണ് ഇവിടെ ചെല്ലുമ്പം. ഇവിടെയൊക്കെ തൊഴുതു. അങ്ങനെ പിന്നെ ഞങ്ങൾ ചെന്നത് ഇത് കണ്ടോ, ഡാഡിയുടെ പേരാണ്, അതായത് ഹസ്ബൻഡ് അച്ഛൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. MRC പണിക്കർ അച്ഛൻ്റെ പേരും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിരിക്കുകയാണെന്ന് അവരുടെ മെമ്മോറിയലായിട്ട് അവർ ചെയ്യിപ്പിച്ചാണ്. അത് മാധവക്കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. MRC പണിക്കർ എന്ന് പറഞ്ഞാൽ ഡാഡിയാണ്, അത് ഹസ്ബൻഡ് അച്ഛനാണ്. അങ്ങനെ ഇവരുടെ കുടുംബക്ഷേത്രമാണ് ശ്രീ പുളിമൂട്ടിൽ യോഗീശ്വര ക്ഷേത്രം. ഇവിടെ യോഗീശ്വരനാണ് പ്രതിഷ്ഠയുള്ളത്. അവിടെ എല്ലാ വർഷവും കുംഭമാസത്തിലെ അശ്വതി തൊട്ട് സപ്താഹം 7 ദിവസത്തെ സപ്താഹം നടത്താറുണ്ട്. ഭയങ്കര രസമാണ് അത് കാണാൻ. അപ്പോൾ നമ്മളെല്ലാ പ്രാവശ്യം പോകും. പണ്ട് ഡാഡിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഡാഡി അവിടെ താമസിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളും പോയി ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഒരു ദിവസത്തിലെ സപ്താഹമൊക്കെ നടത്തി അന്നദാനമൊക്കെ നടത്തുമായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ കുറേ വർഷങ്ങളായി, ഡാഡി മരിച്ചതിന് ശേഷം നമ്മളങ്ങനെ പോകാറില്ല. അപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പം അതും കൂടി ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഡാഡിയുടെ കുടുംബക്ഷേത്രത്തിൽ പോയി. നല്ല രസമല്ല ഈ സപ്താഹത്തിൻ്റെ ഈ പാട്ടൊക്കെ കേട്ട് അവിടെ ഇരിക്കാൻ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, എല്ലാവരും വരുന്നുണ്ടായിരുന്നു. എല്ലാവരും വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് പേരെയൊക്കെ അവിടെ പരിചയപ്പെട്ടു, ഡാഡിയുടെ റിലേറ്റീവ്സൊക്കെ. ഇതാണ് യോഗീശ്വരൻ്റെ പ്രതിഷ്ഠയുള്ളത്. ഇപ്പോൾ സപ്താഹത്തിന് വേണ്ടി അത് കെട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ അവിടെയാണ് സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണൻ്റെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ട് അവിടെയാണ് സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ലൊരു അമ്പലമാണ്, നല്ല രസം. നാട്ടിൻപുറത്തിൻ്റെ തനതായ ഭംഗിയുള്ളൊരു അമ്പലമാണിത്. നല്ല രസമാണ്. ഗണപതിയും പിന്നെ അത് മാത്രമല്ല അപ്പോൾ പിന്നെ അവിടെ നാഗത്തിൻ്റെ പൂജയൊക്കെ നടത്താറുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പ്രസാദം കഴിച്ചു. ഇത് ഗണപതിയോപ്പത്തിൻ്റെ പ്രസാദം. പിന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ചായ, കോഫി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ അതും കുറച്ച് പ്രസാദം അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി കഴിക്കാൻ പാടും. നിങ്ങൾ അന്നദാനത്തിനോ വരാറില്ല, വല്ലപ്പോഴും വരുന്നതല്ലേ, ഫുഡ് കഴിച്ചിട്ട് പോകുന്നു പറഞ്ഞിട്ട് അങ്ങനെ നല്ല ടേസ്റ്റായിട്ട് നാടൻ ഇഡ്ഡലിയും സാമ്പാറും എന്താ പറയുക ചട്നിയൊക്കെ ഒഴിച്ച് കഴിച്ച് ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരുന്നു. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ എന്ത് രസമായിരുന്നു എന്നറിയാമോ? നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ കിട്ടുന്ന സാമ്പാറിനും ഇഡ്ഡലിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അത് ഇത്രയും സ്ഥലമുണ്ട്, ഒക്കെ നാട്ടിൻ പുറം കേട്ടോ. നമ്മുടെ കുട്ടനാടിൻ്റെയൊക്കെ തനതായ ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സപ്താഹത്തിനാല നീറ്റായിട്ട് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് പറമ്പെല്ലാം. അങ്ങനെ ഞങ്ങളിതെല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഇപ്പോൾ പാലം പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മളവിടെ എത്തിയപ്പോൾ ഇവിടെ കണ്ടോ, വലിയോളങ്ങര അമ്പലത്തിൻ്റെ തേരും കുതിരയാണ്. അതായത് അവിടുത്തെ ഒരു വഴിപാടാണ് ഈ തേരും കുതിരയെന്ന് പറയുന്നത്. അത് അശ്വതിയുടെ അന്നാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കുക, ഇതിന് എന്തെങ്കിലും ഒരു സംഭാവന ചെയ്തിട്ട് പോകാൻ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു സംഭാവന കൊടുക്കുകയാണ് അവിടെ നിന്ന്. പക്ഷേ നല്ല രസമല്ലേ ഈ നാട്ടിൽ ഈ കൂട്ടായ്മകളും ഇങ്ങനെ തേരും കുതിരയും ആൾക്കാരെല്ലാവരും കൂടി ഒരു സംഭാവനയും ഒക്കെ നല്ല രസമായിരുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് വരുമ്പോൾ ഇപ്പോൾ കുംഭഭരണിക്ക് വേണ്ടിയുള്ള റോഡിൽ മുഴുവൻ കച്ചവടമാണ്. ഇത് കണ്ടോ, നാട് കണ്ടില്ലേ, ഇത് രസമുള്ള നാടാണെന്നറിയോ, പക്ക ഗ്രാമപ്രദേശമാണത്. അപ്പം ഞങ്ങളിങ്ങനെ വരുമ്പോൾ റോഡിൽ മാങ്ങയും കൊഞ്ചും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.